ഇത് കണ്ടോ, നമ്മളൊരു 3 ആഴ്ച മുമ്പ് നമ്മുടെ കറിവേപ്പ് പ്രൂൺ ചെയ്തിരുന്നു. അപ്പോൾ പ്രൂൺ ചെയ്യണ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഒരു 3 ആഴ്ച കഴിയുമ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. നമ്മുടെ കറിവേപ്പ് എല്ലാം നല്ല പുതിയ തളിർപ്പുകൾ വന്ന് നല്ല ബുഷിയായിട്ട് വരുന്നുണ്ട്. എല്ലാ ഇലകൾക്കും നല്ല പച്ച കളറും നല്ല ഒരു കേടുപോലും ഇല്ലാത്ത നല്ല ഇലകൾ. അപ്പോൾ നമ്മുടെ കറിവേപ്പ് ഒത്തിരി പൊക്കം വെച്ച് പോവാതെ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിലല്ലോ എന്നും കറിവേപ്പില നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് പറിച്ചെടുക്കാനായിട്ട് പറ്റും. അതിന് നമ്മൾ കയറി പറിക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. അപ്പോൾ ഒത്തിരി ഇലകളാവുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കേടൊക്കെ വന്നു കഴിയുമ്പോൾ, പുള്ളിക്കുത്തൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ കറിവേപ്പ് ഇതേപോലെ ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല പുതിയ ഇലകൾ വരികയും ചെയ്യും, നല്ല വലിയ വലിയ ഇലകൾ വരികയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കണം. കറിവേപ്പിനിപ്പോൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കേണ്ട സമയമാണ്, മഴയൊക്കെ കുറഞ്ഞ സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടി ഇട്ട് മൂടി കൊടുക്കുക. ഇലകളിൽ കഞ്ഞിവെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക.